ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഈസി ആയിട്ടൊരു നെക്ക് ഡിസൈൻ ചെയ്യാം. കുർത്തി ഞാൻ ഓൾറെഡി കട്ട് ചെയ്തിട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്ക് കട്ട് ചെയ്തിട്ടില്ല, നെക്ക് ക്യാൻവാസിലാണ് കട്ട് ചെയ്യുന്നത്. ക്യാൻവാസ് എടുത്തിട്ട് നേരെ പകുതിയായിട്ട് മടക്കിയിട്ട് നീങ്ങിപ്പോകാൻ വേണ്ടി പിന്നെ കുത്തിക്കൊടുത്തിട്ടുണ്ട്. ക്യാൻവാസിൻ്റെ വിഡ്ത്ത് 4 ഇഞ്ചും ലെങ്ത്ത് 7 ഇഞ്ചും ആണ് എടുത്തിട്ടുള്ളത്. നെക്ക് മാർക്ക് ചെയ്യാം. 3 ഇഞ്ച് വിഡ്ത്തിലും 6 ഇഞ്ച് ലെങ്ത്തിലുള്ള റൗണ്ട് നെക്കാണ് മാർക്ക് ചെയ്യുന്നത്. നെക്കിന് ചുറ്റും ഞാൻ 3/4 ഇഞ്ച് വീതിയിലാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുമ്പം അരയിഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. അരയിഞ്ചിൽ ചെയ്യുമ്പോഴാണ് ഈ നെക്കിന് കൂടുതൽ ഭംഗി ഉണ്ടാവുന്നത്. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. നെക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻറ്റിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. കുർത്തിയുടെ സെയിം മെറ്റീരിയൽ അല്ലാതെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയൽ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഫാബ്രിക്കിൻ്റെ ഉൾവശത്ത് വെച്ചിട്ട് നെക്ക് അയൺ ചെയ്തെടുക്കാം. എന്നിട്ട് നെക്കിന് ചുറ്റും 1/2 ഇഞ്ച് വിഡ്ത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മെറ്റീരിയൽ കട്ട് ചെയ്യാം. എക്സ്ട്രാ വരുന്ന ഭാഗം ക്യാൻവാസിലേക്ക് വെച്ചിട്ട് ഒന്ന് ചുറ്റും അയൺ ചെയ്തെടുക്കാം. കുർത്തിയുടെ ഉൾവശത്ത് നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തു. ഇവിടെ നെക്കിൻ്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സാധാരണ നമ്മൾ കുർത്തിയുടെ നല്ല വശത്താണ് നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മറിച്ചിടുന്നത്. ഇവിടെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ചെയ്യുന്നത്. കാലിഞ്ച് വിഡ്ത്ത് വെച്ചിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ചെറിയ കട്ടുകൾ ഇട്ടതിന് ശേഷം നെക്ക് നല്ല വശത്തേക്ക് മറിച്ചിടാം. ഇനി ക്യാൻവാസിൻ്റെ രണ്ടറ്റത്തോടെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ സിമ്പിളായിട്ടൊരു നെക്ക് ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ക്യാൻവാസ് കട്ട് ചെയ്യുന്ന സമയത്ത് 1/2 ഇഞ്ച് വിഡ്ത്ത് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.